ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കൻ പടക്കപ്പലുകൾ തങ്ങളുടെ മിസൈലുകളുടെ പരിധിയിലാണെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. അമേരിക്കൻ നാവികസേന തങ്ങളുടെ മിസൈൽ ലോഞ്ചറുകളുടെ ലക്ഷ്യസ്ഥാനത്താണെന്ന് ഇറാന്റെ പരമോന്നത നേതാവായ മുജ്തബ ഖമേനിയുടെ മുതിർന്ന സൈനിക ഉപദേഷ്ടാവായ മൊഹ്സെൻ റസായി വ്യക്തമാക്കി. തന്ത്രപ്രധാനമായ ഈ ജലപാതയിൽ അമേരിക്കൻ ഇടപെടലുണ്ടായാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 1981 മുതൽ 1997 വരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് കൂടിയായിരുന്ന മൊഹ്സെൻ റസായി ദേശീയ ടെലിവിഷനിലൂടെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ മേഖലയിൽ പോലീസ് ചമയാനാണ് അമേരിക്ക ശ്രമിക്കുന്നതെങ്കിൽ അവരുടെ കപ്പലുകൾ മുക്കിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള എല്ലാ അമേരിക്കൻ പടക്കപ്പലുകൾക്കും നേരെ ഇപ്പോൾ ഞങ്ങളുടെ മിസൈലുകൾ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ മിസൈൽ ആക്രമണത്തിൽ തന്നെ നിങ്ങളുടെ കപ്പലുകൾ തകരും. ഒന്നിനെയും രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. സൈനിക യൂണിഫോമിൽ സംസാരിക്കവേ റസായി അവകാശപ്പെട്ടു. അമേരിക്ക ഇറാനിലേക്ക് ഒരു കരയുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അത് വളരെ മികച്ചൊരു കാര്യമായിരിക്കുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. അങ്ങനെ സംഭവിച്ചാൽ ആയിരക്കണക്കിന് അമേരിക്കക്കാരെ തങ്ങൾ ബന്ദികളാക്കുമെന്നും ഓരോ ബന്ദിയെയും വിട്ടുകിട്ടാൻ $1 ബില്യൺ വീതം നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പരിഹസിച്ചു. 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ഇറാൻ തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് അമേരിക്ക നിലവിൽ ഇവിടെ സൈനിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിലവിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ നീട്ടുന്നതിനോട് തനിക്ക് വ്യക്തിപരമായ താല്പര്യമില്ലെന്നും റസായി പറഞ്ഞു. അമേരിക്കയുമായി നടത്തുന്ന